സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോവുമായിട്ട് വരാൻ കാരണം നമ്മുടെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഐതിഹ്യം എന്താണ്, അതിൻ്റെ വ്രതാനുഷ്ഠാനം എങ്ങനെയാണ്, എന്തിനാണ് ശിവരാത്രി വ്രതം എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ അതായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ പലർക്കും അവിടെ ഒന്ന് രണ്ട് ആൾക്കാരെ ആ കമൻറ്റ് ബോക്സിൽ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സംശയം ഇങ്ങനെയാണ്: ഈ ഐരാവതം എന്ന് പറയുന്ന ആനയുടെ മസ്തകത്തിൻ്റെ മുകളിൽ ദേവേന്ദ്രൻ തനിക്ക് കിട്ടിയ ദിവ്യമായ ഹാരം അവിടെ വെച്ചു എന്നുവെച്ചാൽ ആ ഒരു പുഷ്പമാല്യം കൊണ്ടുവന്നിട്ട് ഈ മസ്തകത്തിൻ്റെ മുകളിൽ വെച്ചു. ഐരാവതത്തിൻ്റെ മുകളിലാണ് ഈ ഇന്ദ്രൻ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചു. അതിനുശേഷം ഈ ആന തന്നെ ഈ മാലയെടുത്ത്, കാരണം ഈ മാല മസ്തകത്തിൻ്റെ മുകളിൽ വെച്ചപ്പോൾ ഇതിൻ്റെ അതിഗംഭീരമായ വാസന കൊണ്ട് നിരവധി വണ്ടുകൾ വന്നിട്ട് ഈ ആനയുടെ ചെവിക്കും കണ്ണിനും മൂക്കിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പാറി നടക്കാൻ തുടങ്ങുന്ന സമയത്ത് മൂളിക്കൊണ്ട് വരുന്നപ്പോൾ ആനയ്ക്ക് സഹികെട്ടിട്ട് ഈ മാലയെടുത്ത് താഴെയിട്ട് ചതച്ചരച്ചു. ഇത് കണ്ടിട്ട് ദുർവാസാവു ഈ പറയുന്ന ഇന്ദ്രനെ ശപിച്ചു. ഞാൻ തന്ന മാല യഥാവിധി നിനക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കാരണത്താൽ കോപം കൊണ്ട് ശപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഐരാവതം എന്ന് പറയുന്ന ആനയാണ്. എന്നാൽ ഇതേ ഐരാവതം എന്ന് പറയുന്ന ആനയെക്കുറിച്ച് മറ്റ് പല ഗ്രന്ഥങ്ങളിലും കാണുന്നൊരു കാര്യം, പാലാഴി മദനം നടക്കുന്ന സമയത്ത് അതിൽ നിന്നും ദിവ്യമായിട്ട് ഒരുപടി കാര്യങ്ങൾ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചേശ്രവസ് എന്ന് പറയുന്ന കുതിര അതുവഴി വന്നതാണ്. അതുപോലെ തന്നെ ദേവസുന്ദരികളായിട്ടുള്ള നിരവധി ആൾക്കാർ അതിൽ നിന്ന് വന്നു. അതുപോലെ തന്നെ ഈ അമൃത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള അമൂല്യമായിട്ടുള്ള കൗസ്തുഭം, മറ്റു പല കാര്യങ്ങളൊക്കെ ഇതുവഴി ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതിൽ ഈ പറയുന്ന ലക്ഷ്മി ദേവിയും അതിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു കൂട്ടത്തിൽ ഈ ഐരാവതം എന്ന് പറയുന്ന ആനയും പുറത്തേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഐരാവതത്തിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഈ മാല ഐരാവതത്തിൻ്റെ പുറത്ത് വെച്ചത് കൊണ്ടാണ് ഈ പറയുന്ന പാലാഴി മദനം നടക്കേണ്ടി വന്നത്. എന്നാൽ മറ്റൊരു പുരാണത്തിൽ പറയുന്നു, ഈ പറയുന്ന പാലാഴി കടയുമ്പോഴാണ് അതിൽ നിന്നും ഐരാവതം വന്നതായിട്ട് പറയുന്നു. ഇതെന്താണ് ഇങ്ങനെ വരാൻ കാരണം? ഇത് ശരിക്കും ഇതിൻ്റെ യുക്തി എന്താണ് എന്ന വിധത്തിൽ നമുക്ക് നിരവധി സംശയങ്ങൾ വന്നിട്ടുണ്ട്. 2 പേര് നിലവിൽ കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ പരിഹാസ രൂപേണയാണ് പറഞ്ഞെങ്കിൽ ഒരാൾ അതിനെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ആൾക്കാർ അറിയണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പുരാണങ്ങളിൽ ഒന്നും തന്നെ അതിശോക്തിയില്ല, ഒരു കാര്യത്തിലും നമ്മൾക്ക് ആശയക്കുഴപ്പത്തിനും ഇടയില്ല. നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ അപാകത കൊണ്ട് മാത്രമേ ഇത് പറ്റുന്നുള്ളൂ. നമുക്ക് ചിന്തിക്കാം എന്താണ് ഈ ഐരാവതത്തിനെ 2 സ്ഥലത്ത് നിന്ന് കാണുന്നു എന്നുള്ളത്. അപ്പോൾ ആദ്യം ഐരാവതം ആരാണ്, ഐരാവതം എവിടെ നിന്നാണ് ജനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കശ്യപ പ്രജാപതി എന്ന് പറയുന്ന ഒരു പ്രജാപതിയുണ്ട്. അവരിൽ നിന്നാണ് കൂടുതലും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടായി തന്നെ വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല എന്നർത്ഥം. അപ്പം ഈ കശ്യപ പ്രജാപതിക്ക് ഉണ്ടായ നിരവധി ഭാര്യമാരുണ്ട്. അതിൽ ഒരു ഭാര്യയുടെ പേരാണ് ഭദ്രമത എന്നാണ് ആ ഭാര്യയുടെ പേര്. ഈ ഭദ്രമത എന്ന് പറയുന്നത് ദക്ഷപ്രജാപതിയുടെ പുത്രിയാണ്. കശ്യപൻ എന്ന് പറയുന്ന പ്രജാപതി വിവാഹം കഴിച്ചത് ഈ പറയുന്ന ദക്ഷപ്രജാപതിയുടെ മകളായിട്ടുള്ള ഭദ്രമതയെയാണ്. അപ്പോൾ ഈ ഭദ്രമതയുടെ മകനാണ് ഐരാവതം എന്ന് പറയുന്ന ആന. ഐരാവതത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയല്ലോ. ഇനി ഈ പറയുന്ന ദക്ഷപ്രജാപതിയുടെ മറ്റൊരു ഭാര്യയാണ്
അദിതി എന്ന് പറയുന്നത്. മറ്റൊരു ഭാര്യയാണ് ദിതി എന്ന് പറയുന്നത്. അപ്പോൾ ദിതിയുടെ മക്കളെല്ലാം തന്നെ ദൈത്യന്മാരും എന്ന് വെച്ചാൽ അസുരന്മാരും, അദിതിയുടെ മക്കളെല്ലാം തന്നെ ദേവന്മാരുമായിരുന്നു. അപ്പോൾ ആ ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രൻ അദിതിയുടെ പുത്രനാണ്. അപ്പോൾ ഈ ഇന്ദ്രൻ എന്ത് ചെയ്തു? തൻ്റെ അമ്മയായിട്ടുള്ള അദിതിയുടെ സഹോദരിയായിട്ടുള്ള ഭദ്രമതയുടെ മകനായ എന്നുവെച്ചാൽ ജ്യേഷ്ഠാനുജന്മാരായ ഐരാവതത്തിനെ തൻ്റെ ഒന്നിച്ച് ചേർത്ത് തൻ്റെ ഒന്നിച്ച് കൂട്ടി എന്നർത്ഥം. അങ്ങനെ ആ ഐരാവതത്തിൻ്റെ പുറത്താണ് ഈ പറയുന്ന ഇന്ദ്രൻ്റെ യാത്ര. മനസ്സിലായല്ലോ? അങ്ങനെ യാത്ര ചെയ്യുന്ന വേളയിലാണ് ഈ ഇന്ദ്രൻ ദുർവാസാവിൽ നിന്നും ആ മാല ലഭിച്ചത്. ഞാൻ ശിവരാത്രി വ്രതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ പറഞ്ഞു. ആ കഥ ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ആ മാല സ്വീകരിക്കുന്നു. ഈ മാല സ്വീകരിച്ചു. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ തലയിൽ ആ ഇവിടെ കഴുത്തിലൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി, എന്നിട്ട് വേണമല്ലോ കഴുത്തിലിടാൻ. അപ്പോൾ അങ്ങനെ ഈ മുടിയൊക്കെ ഒതുക്കി വെക്കുന്ന അവസരത്തിൽ ഈ മസ്തകത്തിൻ്റെ മുകളിൽ വെച്ച ഈ മാലയിൽ നിന്നും ഉള്ള ഗന്ധം ശ്രവിച്ച് അവിടെ ആര് വന്നു? ഈ കുറേ വണ്ടുകളും പ്രാണികളൊക്കെ വന്നു സഹികെട്ട് ഈ ആന ഇതെടുത്ത്, ഐരാവതം എന്ന് പറയുന്ന ആന ഈ സാധനം മാലയെടുത്ത് താഴെയിട്ട് ചതച്ചരച്ചു, ചവിട്ടിയിട്ട്. ഇത് ദുർവാസാവ് കാണുന്നു. ദുർവാസാവ് ശപിച്ചു. എന്താണ്? നിനക്ക് ജരാനരവാദിക്കട്ടെ, നീയും നിന്റെ വർഗങ്ങളും അല്ലെങ്കിൽ നിന്റെ കൂട്ടാളികളും നിന്നോടൊന്നിച്ചുള്ള സന്തത സഹചാരികൾക്കെല്ലാം തന്നെ ഈ ജരാനരവാദിക്കട്ടെ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പാലാഴി മദനം നടത്തുന്നത് എന്ന് പറയാം. അപ്പോൾ ഈ പാലാഴി മദനം വളരെ ഗംഭീരമായി നടന്നു. അതിൽ നിന്നും ഓരോ സാധനങ്ങൾ പൊങ്ങി വന്നല്ലോ. ഇവിടെ വേറൊരു സംഭവം ഉണ്ടായി. ഈ പാലാഴി മദനം നടക്കുന്നത് പിന്നെയും എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. ജരാനര ബാധിച്ചു എന്ന് പറഞ്ഞു. ജരാനര ബാധിച്ചു. ഇനി ഇതിനുള്ള ഈ പാലാഴി മദനം നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവർക്ക് ആരോഗ്യമില്ല. മന്ദരപർവ്വതമാകുന്ന ആ പർവ്വതത്തിന് അവിടെ എത്തിക്കണം, വാസുകി അവിടെ എത്തണം. ഇത് രണ്ടും എങ്ങനെയെങ്കിലും എത്തിയത് കൊണ്ട് കാര്യമില്ലല്ലോ. ഈ വാസുകിയെ കൊണ്ടുവന്ന് കയറായി വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടഞ്ഞാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ശാപം കിട്ടിയത് ശരിക്കും ആര് കാരണമാണ്? ഇന്ദ്രൻ കാരണമാണോ? അല്ല. കാരണം എന്താ? ഇന്ദ്രൻ സ്വപ്നത്തിൽ പോലും ധരിച്ചിട്ടില്ല ഈ ഐരാവതം ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന്. ഇന്ദ്രൻ ആ മസ്തകത്തിൽ അവിടെ വെച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഐരാവതം അതെടുത്ത് നശിപ്പിച്ചു. അപ്പോൾ ഐരാവതത്തിന് വളരെ മാനസികമായി പ്രയാസം കാരണം തൻ്റെ സഹോദരനെ, അതും നമ്മുടെ ദേവന്മാരുടെ രാജാവായിട്ടായാലും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് വന്നല്ലോ എന്നുള്ള പ്രയാസം. ആ സൗന്ദര്യമുള്ള ദേവേന്ദ്രൻ, ആരോഗ്യമുള്ള ദേവേന്ദ്രൻ എല്ലാം ക്ഷയിച്ച്, സൗന്ദര്യവും ക്ഷയിച്ചു, ആരോഗ്യം ക്ഷയിച്ചിട്ട് ഇങ്ങനെ ദുർഘടാവസ്ഥയിലാവാൻ കാരണം ഈ ശാപത്തിന് മൊത്തം കാരണം ഞാനാണ് എന്നുള്ള ചിന്ത ഐരാവതത്തിന് വളരെയേറെ അലട്ടി. അദ്ദേഹം ഈ മാനസികമായ പ്രയാസം നിമിത്തം ഐരാവതം പാലാഴി എന്ന് പറയുന്ന സമുദ്രത്തിൽ പോയിരുന്ന് വിഷ്ണുവിനെ ഭജിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇതിനൊരു പരിഹാരം തേടിയിട്ട്. അങ്ങനെ വിഷ്ണു ഭഗവാൻ ഐരാവതത്തോട് പറഞ്ഞു, ഇപ്പോഴൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അത് എല്ലാത്തിനും പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം, അതുവരെ നീ ഇവിടെ തന്നെ സ്വസ്ഥമായി കഴിയുക എന്ന് പറഞ്ഞു. അതിന് പരിഹാരം ഉണ്ടാകുന്നത് വരെ ഇവിടെ നീ സ്വസ്ഥമായി കഴിഞ്ഞോളൂ, നീ ഇപ്പോൾ അവരാരുടെ മുന്നിലേക്ക് പോകണ്ട. കാരണം ഒന്ന്, മറ്റുള്ളവരെല്ലാം പരിഹസിക്കും, കുറ്റപ്പെടുത്തും. എന്നാലും നിന്നെ വിശ്വസിച്ചല്ലേ ഇത് ചെയ്തത്, എന്തിനും നീ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു മനോപ്രയാസം. പിന്നെ രണ്ടാമത് ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് ഇന്ദ്രൻ്റെ മുന്നിലോ മറ്റുള്ള ദേവന്മാരുടെ മുന്നിലോ നോക്കാനും പറ്റും. അങ്ങനെയുള്ള മാനസിക പ്രയാസം കൊണ്ടാണ് ഈ പാലാഴിയിൽ മറഞ്ഞു കിടന്നത് എന്ന് പറയുന്നു. അവിടെ നിന്നുകൊണ്ട് വിഷ്ണുവിനെ ഭജിക്കാൻ തുടങ്ങി എന്നർത്ഥം. അങ്ങനെ നിരവധി കാലം അവിടെ കഴിഞ്ഞതുകൊണ്ടാണ് ഐരാവതം എന്ന് പറയുന്ന ആന വെളുപ്പ് നിറമായത് എന്ന് കാണപ്പെടുന്നു. അതുവരെ വെളുപ്പ് നിറമാണെന്ന് പറയുന്നില്ല. ഐരാവതം കറുപ്പാണ്. പിന്നീട് ഐരാവതം ഈ പാലാഴിയിൽ മറഞ്ഞു കിടന്നതിനാൽ നിരവധി കാലം അവിടെ കഴിഞ്ഞതിനാൽ അതിൻ്റെ നിറം മാത്രമല്ല, ആ ഇതിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഉച്ചേശ്രവസ് എന്ന് പറഞ്ഞ കുതിരയും ഇതേപോലെ വെളുത്തതാണ്, പാൽവെള്ളയാണ്. ഐരാവതത്തിനും പാൽവെള്ളയാണ്, ഉച്ചേശ്രവസിനും പാൽവെള്ളയാണ്. അപ്പോൾ ആ ഇത് ഇങ്ങനെ ഉയർന്നു വരുന്നത് എങ്ങനെയാണ്? ഈ പാലാഴി മദനം നടന്ന് ഇതെല്ലാം ആയ ശേഷം ഓരോ കാര്യങ്ങളിങ്ങനെ വന്നു. ആ കൂട്ടത്തിൽ അമൃത് കുംഭം വരുമ്പോൾ അതിനോടൊന്നിച്ച് ഐരാവതവും വന്നു. കാരണം പരിഹാരമായല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ സമാധാനമായതിൻ്റെ ഇതിൽ ആ സന്തോഷം പങ്കുവെക്കാനായിട്ട് ഈ ഐരാവതവും വന്നു. ഈ ഐരാവതത്തിനെ ആര് സ്വീകരിച്ചു? ഇന്ദ്രൻ വീണ്ടും സ്വീകരിച്ചു. കാരണം ഇന്ദ്രന് വളരെ പ്രയാസം ഉണ്ടായിരുന്നു. ആ പ്രയാസമൊക്കെ അവിടെ തീർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സംശയം
ഇവിടെ നമ്മുടെ സ്വതവേ സനാതന ധർമ്മ വിശ്വാസികൾക്ക് നിരവധി ആൾക്കാർക്ക് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രണ്ടാൾ സംശയം ചോദിച്ചു. അപ്പോൾ ഒരാൾ പരിഹാസ രൂപേണയാണ് ചോദിച്ചത്, പക്ഷെ ഒരാൾ അത് ജിജ്ഞാസ, അത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് തോന്നി. പരിഹാസ രൂപേണ ചോദിക്കുന്നതിനുള്ള മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാകുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കണ്ടേ, അതല്ല അതിൻ്റെ ശരി. അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ അതിനു വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇത്തരത്തിൽ നമുക്കുണ്ടാകുന്ന ഏത് സംശയങ്ങളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സംശയ നിവാരണത്തിന് വേണ്ടി മാത്രം, അതും അതുപോലെ പഠനത്തിനും വേണ്ടിയിട്ടാണ് ആധ്യാത്മികം സനാതനം എന്നുള്ള ഒരു ചാനൽ കൂടി ഞങ്ങളുടെ ഇതിലുണ്ട്. അതിൽ ഭഗവത്ഗീത പഠനം, രാമായണം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് രാമായണം പഠിക്കുക, ഹരിനാമ കീർത്തനം പഠിക്കുക, അതുപോലെ നിരവധി നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളതും ഇതുപോലുള്ള സംശയ നിവാരണത്തിനും ഉള്ളതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വീഡിയോ ആയിട്ട് അവിടെ കിട്ടുന്ന ഒരു ചാനലാണ് ആധ്യാത്മികം സനാതനം എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പിന്നെ ആധ്യാത്മിക സനാതനം എന്നുള്ള വീഡിയോ അല്ലെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും. വേണ്ടി വന്നാൽ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ള ആൾക്കാർ അവിടെ ഒന്ന് പോയിട്ട് ചെയ്യുക. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവത്ഗീത 1-ാം അധ്യായം മുതൽ 1-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് പഠിക്കാം. അതുപോലെ ഹരിനാമ കീർത്തനം പഠിക്കാം, രാമായണവും പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഇതുപോലെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ പോയിട്ട് സ്വീകരിക്കുക. ഏതായാലും ഇതിൻ്റെ ആ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു ചോദ്യം ചോദിച്ച് ആ ചോദ്യം ചോദിച്ച ആൾക്കാർക്ക് മാത്രമല്ല മറ്റ് നിരവധി ആൾക്കാർക്കും കൂടി ഈ ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത് ഈ ഇങ്ങനൊരു ചോദ്യം വന്നുകൊണ്ടാണ്. അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തട്ടെ. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.